ഈവനിങ് ആകുമ്പോഴേക്കും നല്ല കുക്കറിൽ ഞങ്ങൾ വേവിക്കില്ല, ഓൺലി മൈ സിസ്റ്റർ. അയ്യോ ക്യാമറ. ചോറ്, മോര്, ലുല്ലുമാൾ നിന്ന് വാങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഹെയർ ഓയിലാണ് ഈ ഒരു ലെവൽ എൻ്റെ ഹെയർ ഓയിൽ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ചായ കുടിക്കാൻ പോണ്. ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ചെറിയ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. പിന്നെ എൻ്റെ ഹെയർ കെയർ, ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട് ഏകദേശം 3 days ആയി. അപ്പോൾ ഒന്ന് ഹെയറൊക്കെ എണ്ണയൊക്കെ തേച്ച് ഹെയർ വാഷ് ചെയ്യണമെന്നൊരു വിചാരിക്കണം. ഞാൻ ചായ കുടിക്കട്ടെ. അല്ല, സിസ്റ്റർ എന്താ ചെന്നോട്ടെ. ഓക്കെ, അവൾ കുക്കിങ്ങിലാണ്, ചെറിയൊരു കുക്കിങ്ങിലാണ്. ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ഡിസ്റ്റർബ് ചെയ്താൽ എനിക്ക് അവളെ ഇത് ചീത്ത കിട്ടും. സോ മാറുന്നു നോക്കാം. ബട്ട് എല്ലാവരും പറയും ഞാൻ കുക്ക് ചെയ്യില്ല, ഷോനെ കുക്ക് ചെയ്യില്ലത്. അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ ഞാൻ നേരത്തെ എണീച്ചാൽ ഞാൻ കുക്ക് ചെയ്യും, അവൾ നേരത്തെ എണീച്ചാൽ അവൾ കുക്ക് ചെയ്യും. ഓക്കെ, എന്തുണ്ടെങ്കിൽ വെണ്ടയ്ക്ക കറി തോന്നുന്നു, വെണ്ടയ്ക്ക എൻ്റെ ചോറ്. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ളൂ വീട്ടിൽ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ചോറ്. കുഞ്ഞു ചട്ടിയിൽ തന്നെ രണ്ടുപേർക്ക് ഇത് മതി. ദെൻ വീണ്ടും വൺസ് അഗൈൻ ദിന വീണ്ടും വെണ്ടയ്ക്ക കഴുകാണ്. ആക്ച്വലി ഞാനീത്തി നന്നായിട്ട് കുക്ക് ചെയ്യും. ഓക്കെ, ഞാൻ വെണ്ടയ്ക്ക കുക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ചോറ്. ഇത് വന്നിട്ട് വൈകുന്നേരത്തേക്ക് കൊണ്ട് കടലക്കറി ഞങ്ങൾ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കും. രാവിലെ ഇട്ട് വെച്ചാൽ ഈവനിങ് ആകുമ്പോഴേക്കും നല്ല കുക്കറിൽ ഞങ്ങൾ വേവിക്കില്ല, ഓൺലി ഇങ്ങനെ ചട്ടിയിലിട്ട് വെക്കും. ഓക്കെ, ഫസ്റ്റ് ആദ്യം കിച്ചണിൽ വരുന്ന മുമ്പ് മുടി നന്നായി കെട്ടുക. ഞാൻ എപ്പോഴും അതിൻ്റെ മുടി എപ്പോഴും വിരിച്ചിട്ടിടുള്ളൂ. കാരണം കെട്ടുമ്പോഴേക്ക് മുടി ഇങ്ങോട്ട് ഇടുന്നൊക്കെ വൈകുമ്പോൾ തോന്നുന്നത്. അത് ഞാൻ എപ്പോഴും വിരിച്ചിട്ട് വയ്ക്കാറ്. ബട്ട് കിച്ചണിൽ വരുമ്പോൾ മുടി ഇല്ലെങ്കിൽ ഭക്ഷണത്തിൽ വീഴും അല്ലേ. ഇങ്ങനെ കൊണ്ടുപോകും. കാണുന്നുണ്ടോ എന്നെ? ഒരു തലമണ്ട പകുതി പോണോ കട്ടും. ഓക്കെ, മുടി കെട്ടി കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? കൈ നന്നായിട്ട് കഴുകണം അല്ലേ. ക്യാമറ വീഴത്ത് വീഴോ. മൈ സിസ്റ്റർ. അയ്യോ ക്യാമറ. ദിന ഹെൽപ്പ് ചെയ്യണ്ടതും ഹെൽപ്പ് അല്ലടി കരടികളതും പറത്തിന. ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് കൈ കഴുകാണ്. ബട്ട് അവള് ചെയ്യാന്ന് പറഞ്ഞില്ല. പിന്നെ ചെറുതൊട്ട് ചിരിച്ചാലും കുറച്ച് സന്തോഷിക്കും. ആഷ്ലി, ലുക്ക് അറ്റ് മീ. ഇവിടെ 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 കണ്ടില്ലേ? ഭയങ്കര ഹെഡ് വെയിറ്റ് ആണ്. എന്താ ചെയ്യാ? ഓരോ വീഡിയോ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ എൻ്റെ സിസ്റ്ററാണ് വീഡിയോയിൽ വരാത്തതല്ലേ. ആക്ച്വലി അവൾ എൻ്റെ ക്യാമറ അളക്കൊണ്ടിരിക്കണം. ആക്ച്വലി അവൾ എൻ്റെ വീഡിയോസിലൊന്നും വരില്ല. കാരണം അവൾ അങ്ങനെ എന്താ പറയുക, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറയില്ലേ, അത് തന്നെ അവൾ അങ്ങനെ വരില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് അവളിപ്പോൾ വെണ്ടയ്ക്ക് മുറിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ഞാൻ വന്നിട്ട് ഉള്ളി പച്ചമുളക് മുറിക്കാം. ഓക്കെ, അങ്ങനെ വീട്ടിലത്തെ എല്ലാ പണിയും കഴിഞ്ഞു. മീൻസ് വീട്ടിലത്തെ മെയിൻ പണി കുക്കിംഗ് കഴിഞ്ഞു. ഇനിയിപ്പോൾ കുളിക്കാൻ പോകണം. അതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എണ്ണ തേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഓൾറെഡി എപ്പോഴും എണ്ണ തേക്കുന്നതാണ്. പിന്നെന്താ പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഡ്രസ്സുണ്ട്, ടോപ്പാണ് കേട്ടോ. അത് അമ്മയ്ക്കും ടൈറ്റാണ്, എനിക്കും ടൈറ്റാണ്. അപ്പോൾ അത് കോളർ ഉള്ളതാണ്. അത് തന്നെ അത് ഇവിടുന്ന് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് തന്നെ കട്ട് ചെയ്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്ന വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് എണ്ണ തേച്ച ശേഷം ഒരു 1/2 hour കണ്ടിൽ കുളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എണ്ണ തേച്ചിട്ട് ആ വർക്ക് ചെയ്യുമ്പോഴേക്കും എന്തായാലും 1/2 hour ആവും. അപ്പോൾ അങ്ങനെ ഹെയർ വാഷ് ചെയ്യാൻ വിചാരിക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഹെയർ വാഷ് ചെയ്യാൻ പോവാണ്, മീൻസ് എണ്ണ തേക്കാൻ പോവാണ്. ആക്ച്വലി ഈ എണ്ണ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് എൻ്റെ ഫേവറേറ്റ് എണ്ണയാണെന്ന്. അപ്പോൾ ഈ എണ്ണ തേക്കുന്നതുകൊണ്ടല്ല എനിക്ക് ബേബി ഹെയർ കുറേ വന്നിട്ടുണ്ട് കേട്ടോ. പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്ക് ബേബി ഹെയർ കുറേ വന്നിട്ടുണ്ട്. ഇവിടെയും അതുപോലെ കണ്ടില്ലേ. അതുകൊണ്ട് നമ്മളിപ്പോൾ ഉണ്ടല്ലോ ബേബി ഹെയർ ഉള്ളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. മീൻസ് സംടൈംസ് ഞാൻ പണ്ട് പറയുമ്പോൾ നമ്മളിപ്പോൾ മുടി ഇങ്ങനെ ചീമ കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കില്ലേ. ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ മുടിയിൽ ഇവിടെ കുഞ്ഞു ഈ ഒരു നീളം ഉണ്ടാവുള്ളൂ മുടി ഫുള്ളോ എനിക്ക് വന്നിരിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ. നമ്മൾ ജസ്റ്റ് സംടൈംസ് മുടി നമ്മൾ ഇങ്ങനെ ഇട്ടില്ലേ,
ഇങ്ങനെ ഇടുമ്പോൾ ഈ ബേബി ഹെയർ ഒക്കെ ഇങ്ങനെ പൊന്തി 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 നിൽക്കുക, അങ്ങനെ പറയാം, പുല്ല് മുളയ്ക്കില്ല അതുപോലെ മുളച്ചിരിക്കുക. പവർഫുൾ ആണ് തോന്നും. മീൻസ് എനിക്കിട്ട് എൻ്റെ ഹെയറിന് ഈ എണ്ണ സൂപ്പറായിട്ട് സൂട്ടാവുന്നുണ്ട്. അപ്പം അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് എണ്ണ തേക്കട്ടെ. പിന്നെ ഞാൻ പറഞ്ഞു ആഴ്ചയിൽ 3 ദിവസം ഞാൻ ഹെയർ വാഷ് ചെയ്യുള്ളൂ. ആക്ച്വലി എന്തെന്നറിയോ, എനിക്ക് മീൻസ് നമ്മൾ പൊല്യൂഷനിൽ മീൻസ് എപ്പോഴും പുറത്ത് പോണവർക്ക് ഓക്കെ ഡെയിലി ഹെയർ വാഷ് ചെയ്യണം. പക്ഷെ അധികം പുറത്ത് പോകാത്തവർക്ക് 3 ദിവസം ഒന്ന് വാഷ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഹെയർ ഒരു ഡാമേജ് ആവും. ഓക്കെ, അങ്ങനെ എണ്ണ തേച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ എണ്ണ തേച്ച് കൊണ്ട കെട്ടി വെക്കാം കേട്ടോ. ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ സ്കിൻ കെയർ ചെയ്യാട്ടോ. പക്ഷെ ഞാനെപ്പോഴും കുളിച്ച് കഴിഞ്ഞ ശേഷമായിരിക്കും ഫേസിന് ഇതാക്കുക, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ എന്തോ എണ്ണ ഒഴുകി വരുമെന്നൊക്കെ തോന്നും. അതിന് തേച്ച് കഴിഞ്ഞു. ഓക്കെ, അടുത്തത് വന്നിട്ട് എൻ്റെ എണ്ണ കണ്ടത് ഫുള്ള് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഓൾറെഡി ഉണ്ടോ ഈ ഒരു കുപ്പിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഹെയർ ഓയിൽ. ഈ ഒരു ലെവലുണ്ട് ഹെയർ ഓയിൽ. അപ്പോൾ ഞാൻ ഓൾറെഡി എപ്പോഴും ഞാൻ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ചെയ്യും. അപ്പോൾ ഇതൊരു കുറച്ച് കൊള്ളുള്ളൂ. അപ്പോൾ ബാക്കി വന്ന എണ്ണ ഇതിൽ ഒഴിച്ച് വയ്ക്കും. അപ്പോൾ ഇതിനുള്ള ഒന്നുമില്ല, വെറും ഓയിൽ മാത്രമേ ഉള്ളൂ. ഇതിലാകുമ്പോൾ എല്ലാം ഉണ്ട്, കണ്ടില്ലേ? എന്താണ് ഉലുവ ആൻഡ് കരിഞ്ജീരകത്തിൻ്റെ പൊടി ഉണ്ട്. അത് ഞാൻ എപ്പോഴും ഇതിൽ ഒഴിച്ചിട്ട് ഇത് എണ്ണ യൂസ് ചെയ്യുക. ഇത് ജസ്റ്റ് ബാക്കി വന്നത് എടുത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇതിൽ ഒഴിച്ച് വെക്കണം. അപ്പോഴാണ് നെക്സ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു മിക്സ് ആയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, ഓയിൽ ഫുള്ള് ഒഴിക്കാം. ായി കഴിഞ്ഞു ഗൈസ്, എണ്ണ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും എണ്ണ വാങ്ങിച്ച് വീണ്ടും എണ്ണ കാച്ചി ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ എണ്ണ ഇതാ ആയില്ലേ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഹെയർ വാഷ് ചെയ്താൽ വെച്ചാൽ ഇനി 2 days കണ്ടായിരിക്കും ഹെയർ വാഷ് ചെയ്യുക. അപ്പോഴേക്കും ഈ എണ്ണ സെറ്റ് ആവും. ഓക്കെ, ഓക്കെ കണ്ടില്ലേ. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് നമ്മൾ ഡ്രസ്സിന് സ്റ്റിച്ച് ചെയ്യണം. മീൻസ് കോളർ കട്ട് ചെയ്തിട്ട് ദെൻ നമ്മളൊരു മാറ്റം വരുത്തുക. ഓക്കെ, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ബ്ലാക്ക് കളർ ടോപ്പ്. ആക്ച്വലി എനിക്ക് വീഡിയോ എടുത്താൽ ആരില്ലാത്ത ഞാൻ ജസ്റ്റ് വേഗം കട്ട് ചെയ്തു. കഴുത്ത് മാത്രം കട്ട് ചെയ്തിട്ടുള്ളൂ, നെക്ക് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഇറക്കത്തിൽ. ഇവിടെയും അതുപോലെ ബാക്ക് നെക്ക്. ഓക്കെ, കാരണം എൻ്റെ ഈ ടോപ്പ് വന്നിട്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ജസ്റ്റ് കോളർ ഉള്ളത് കാരണം ഭയങ്കര ടൈറ്റ് ആയിരുന്നു, അത് ഞാൻ കട്ട് ചെയ്തിട്ടതാണ്. പിന്നെ എൻ്റെ ഇതാണ് അതിൻ്റെ കൈ. ആക്ച്വലി ഞാൻ നൂല് മാത്രമേ ഇഷ്ടമുള്ളൂ, കട്ട് ചെയ്തിട്ടില്ല. കണ്ടില്ലേ, കട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് നൂല് മാത്രമേ ഇഷ്ടമുള്ളൂ. വലിയ പണിയൊന്നുമില്ല. പിന്നെ ഞാൻ ഈ സൈഡും ഈ കഴുത്തിനും കയ്യിലൊക്കെ വെക്കാൻ വേണ്ടി ഞാൻ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രോസ് ആയിട്ട് കണ്ടില്ലേ, അയ്യോ കണ്ടില്ലേ, ക്രോസ് ആയിട്ട് ഫുൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യണം. ആക്ച്വലി എനിക്ക് വീഡിയോ എടുത്താൽ എന്തായാലും ആരും ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ബ്ലാക്ക് കളർ നൂലാണ് കേട്ടോ. കാരണം ഡ്രസ്സ് ബ്ലാക്ക് അല്ലേ, ബ്ലാക്ക് കളർ പോലെ യൂസ് ചെയ്യുക. ആക്ച്വലി എനിക്ക് വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ ആരുമില്ല, സിസ്റ്റർ ഉണ്ട്. പക്ഷെ അത് അവൾക്ക് എംബ്രോയിഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അത് കാരണം ഞാൻ സ്വയം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. പക്ഷെ ഇതൊന്നും കണ്ടോ ഒന്നും വിചാരിക്കരുത്. കാരണം ഇത് ഒരു ടൈലറിങ് ഇല്ലെങ്കിൽ ഒരു സ്റ്റിച്ചിങ് ചെയ്തതെന്ന് വെച്ചാൽ വീട് ഇങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ അവളുടെ പോർഷനാണ്. ആരും വന്ന് ഡിസ്റ്റർബ് ചെയ്യില്ല. കാരണം അവൾ ഓൾറെഡി പറഞ്ഞാൽ ഈ ഷെൽഫ് എനിക്കാണ്. മീൻസ് എൻ്റെ സ്റ്റിച്ചിങ് മെറ്റീരിയൽസിലും സ്റ്റിച്ചിങ്ങിൻ്റെ എംബ്രോയിഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ണ് കാണില്ല നൂലോടെ ട്രൈ ചെയ്തിട്ട് ഒന്നും കൂടി. യെസ്, ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ആക്ച്വലി ഇത് വലിയ സ്റ്റിച്ചിങ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. കാരണം ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് തന്നെയാണ്. ജസ്റ്റ് ഇതൊന്ന് പിടിപ്പിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പം ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെ വന്നിട്ടുണ്ടെന്ന്. ഓക്കെ, അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇതിങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇത് സ്റ്റിച്ച് ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു സ്റ്റിച്ച്, ദെൻ ഇങ്ങനെ ഒരു സ്റ്റിച്ച്, കഴിഞ്ഞു, ഫിനിഷ്. ഇതാണ് എൻ്റെ ഫൈനൽ. കണ്ടില്ലേ. ഓക്കെ, ഒരു ദിവസം ഇതിട്ടിട്ട് ഒരു വീഡിയോ ഇടാം. ഓക്കെ, എങ്ങനെയുണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ സ്റ്റിച്ച് ചെയ്ത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി തന്നെയാണ്. അങ്ങനെ കുളിച്ച് കഴിഞ്ഞു ഗൈസ്. അയ്യോ, ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കണം.
പിന്നെ മോയ്സ്ചറൈസ് തേക്കണം ഫേസിൽ. അപ്പോൾ സെറ്റാവും. മുടിയിൽ നിന്ന് വെള്ളം ഒറ്റുന്നുണ്ട് നോക്ക്. ഇല്ല അല്ലേ, ഡ്രൈ ആയി. ഷാമ്പൂ ഇട്ടാൽ പെട്ടെന്ന് എൻ്റെ മുടി ഡ്രൈ ആവും. അത് മീൻസ് ഉണങ്ങും പെട്ടെന്ന്. അത് കാരണം ഒന്നുമില്ല. ഞാൻ വന്നിട്ട് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് തേക്കുന്നത്. ഇടയ്ക്ക് ഗാർണിയറിന് തേക്കും. ഇപ്പം ഞാൻ തേക്കാൻ പോകുന്നത് മോയ്സ്ചറൈസ് ഫ്രിഡ്ജിനുള്ളിൽ വെച്ചിരിക്കുകയാണ്. അവർ കൂളിങ് കിട്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഏത് മോയ്സ്ചറൈസർ തേക്കാം ജസ്റ്റ് കമൻറ്റ് മീ. ഓക്കെ, ഞാൻ ജസ്റ്റ് ക്യാമറ വെച്ചിട്ട് തേക്കാം. അയ്യോ ഓക്കെ. ഫ്രിഡ്ജിനുള്ളിൽ വെച്ചിട്ട് തേക്കുമ്പോൾ നല്ലൊരു കൂളിങ് തൊട്ട് ഫീൽ ആവും എനിക്ക്. അയ്യോ ആക്ച്വലി എൻ്റെ അനിയത്തി ഇവിടെ ടിവിൻ്റെ പ്രോഗ്രാം കാണാൻ സൗണ്ട്. ഓക്കെ, സൂപ്പറായില്ലേ? ഷോന സൂപ്പറായി. പക്ഷെ ഞാൻ ഇങ്ങനെ അടിക്കുന്ന കേട്ടോ. അപ്പം എന്താണെന്ന് പറയുക, ബ്ലഡ് സർക്കുലേഷൻ ആവും. എത്ര കഴിഞ്ഞു, എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കുക, അതാണ് മെയിൻ. ഇതാണ് എൻ്റെ സിസ്റ്റർ ഉണ്ടാക്കിയ വെണ്ടയ്ക്ക ആൻഡ് ഉരുളക്കിഴങ്ങ് ഉപ്പേരി. ഇതാണ് കഴിക്കാൻ പോണത് ഞാനിതും. എന്താ ചോറ്, മോര്, ലുലുമാളിൽ വാങ്ങിച്ച നാരങ്ങ അച്ചാർ, ദെൻ ഉരുളക്കിഴങ്ങ് ആൻഡ് വെണ്ടയ്ക്ക ഉപ്പേരി. ഓക്കെ, ഇതാണ് ഇന്നത്തെ എൻ്റെ അനിയത്തി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ കഴിച്ചിട്ട് വീണ്ടും കാണാം. അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ റെഡി ആയിട്ട് ഞാൻ ടൗണിലേക്ക് പോവാണ്. ചെറിയൊരു ഷോപ്പിംഗ് പോകണം. കാരണം ഇനി ഷോപ്പിംഗ് ബ്ലോഗ് ഇട്ടിട്ട് നിങ്ങൾ വെറുപ്പിക്കില്ല. അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഷോപ്പിംഗ് പോകണം. റെഡി ആയിട്ട് ഒരു ഹാഫ് ആൻ അവർ തന്നെ ഇറങ്ങും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു, ലവ് യു ഓൾ, ബൈ.